ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ, ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ, ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണേ, ഗോവിന്ദ ഗോവിന്ദ നമോ നമസ്തേ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സുകൃതികളെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ശ്രീ ജഗദംബയുടെ അനുഗ്രഹത്തിന് എല്ലാവരും പാത്രീഭൂതരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദേവീനാരായണീയം പഠന ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം, ശ്രീ മഹാദേവ്യൈ നമഃ. ദേവി നാരായണീയം ദശകം 5 സുദ്യുമ്ന കഥ. ദേവി നാരായണീയം ദേവിയുടെ അനൽപമായ കാരുണ്യത്തിന്റെ കഥകൾ പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ സുദ്യുമ്നന്റെ കഥയാണ് ദശകം 5 പാലേലി ശ്രീനാരായണൻ നമ്പൂതിരി വർണ്ണിക്കുന്നത്. ആ ഭാഗമാണ് ഇന്ന് നാം അനുസ്മരിക്കുവാൻ പോകുന്നത്. സുദ്യുമ്നൻ എന്ന മനുപുത്രന്റെ കഥ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദശകം 5 സുദ്യുമ്ന കഥ അതിൽ 1, 2, 3 ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയം, അന്വയാർത്ഥം, വ്യാഖ്യാനം എന്നിവയെല്ലാം അനുസ്മരിച്ചു കഴിഞ്ഞു. ഇന്ന് നാം അനുസ്മരിക്കുവാൻ പോകുന്നത് ശ്ലോകങ്ങൾ 4, 5, 6. ഈ 3 ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയാർത്ഥം, വ്യാഖ്യാനം എന്നിവയെല്ലാം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം ശ്ലോകങ്ങളുടെ പാരായണം, അതിനുശേഷം പദങ്ങളുടെ പദച്ഛേദം, ആ പദങ്ങളുടെ അതെങ്ങനെയാണ് പദം ഛേദിക്കേണ്ടതെന്നും അതിൻ്റെ അന്വയാർത്ഥവും
വ്യാഖ്യാനവും നമുക്ക് ശ്രവിക്കാം. ദശകം 5 സുദ്യുമ്ന കഥ. ശ്ലോകം 4 പാരായണം. ഇളാവൃതം മാ പുരുഷഃ പ്രയാതു പ്രയാതി ചേത് സ്വസ്വബലാത് തദൈവ ഏവം മയാ നിശ്ചിതമേവ സൗമ്യ ഗൗര്യാഃ പ്രസാദായ ഭവാൻ പ്രിയോ മേ. ദശകം 5 സുദ്യുമ്ന കഥ, ശ്ലോകം 5 പാരായണം. ന പക്ഷഭേദോത്ര മമാസ്തി ഗൗരീ ഭവാംശ്ച തൃപ്തൗ ഭവതാം മദീയൗ ഇതഃ പരം തസ്യ മനോരപത്യം മാസം പുമാൻ സ്യാത് വനിതാ ച മാസം. ശ്ലോകം 6 പാരായണം. ഏവം ശിവോക്തേന മനോരപത്യം ലബ്ധ്വാ ച പുംസ്ത്വം ധരണീം ശശാസ സ്ത്രീത്വേ ജഹർമ്യേഷു നിനായ കാലം ജനോ ന ചൈനം നൃപമഭ്യനന്ദത്. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്നത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കാം. 4-ാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം എന്താണെന്ന് നോക്കാം. ഇളാവൃതം മാ പുരുഷപ്രയാതോ പ്രയാതി ചേത് സഹ അസ്തു അബലാ തദൈവ ഏവം മയാ നിശ്ചിതം ഏവ സൗമ്യ ഗൗര്യാഃ പ്രസാദായ ഭവാൻ പ്രിയഃ മേ. ഇവിടെ ഈ ശ്ലോകത്തിൽ തദൈവ എന്ന പദം ഛേദിക്കുമ്പോൾ തദ ഏവ, അതാണ് തദൈവ. ഈ പദങ്ങളുടെ അന്വയവും അർത്ഥവും എന്താണെന്ന് നോക്കാം. ഇളാവൃതം, ഇളാവൃതത്തിലേക്ക് പുരുഷഃ, ഒരു പുരുഷനും മാ പ്രയാതോ പ്രവേശിക്കരുത്, പ്രയാതി ചേത് പ്രവേശിച്ചാൽ സഹ തദാ ഏവ അവൻ ഉടനെ തന്നെ അബല അസ്തു സ്ത്രീയായി തീരട്ടെ. ഏവം മയാ ഏവ ഇപ്രകാരം എന്നാൽ തന്നെ. ഇവിടെ എന്നാൽ തന്നെ എന്നുള്ളത് ശ്രീ ശിവഭഗവാനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഭഗവാനാണ് എന്നാൽ തന്നെ എന്ന് ഇവിടെ ഉദ്ദേശിച്ച് പറയുന്നത്. ഗൗര്യാഹ പാർവതീദേവി, ഗൗര്യാഹ പ്രസാദായ പാർവതിയുടെ തൃപ്തിക്ക് വേണ്ടി നിശ്ചിതം നിശ്ചയിക്കപ്പെട്ടതാണ്. ഭവാൻ താങ്കൾ, ഇവിടെ താങ്കൾ എന്നുദ്ദേശിക്കുന്നത് സുദ്യുമ്നനെയാണ്. മേ പ്രിയഃ എനിക്ക് പ്രിയനാണല്ലോ. ഈ ശ്ലോകത്തിന്റെ വിവരണം, വ്യാഖ്യാനം നോക്കാം. കഴിഞ്ഞ 3-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ശിവഭഗവാൻ പറയാണ്, വസിഷ്ഠന്റെ തപശക്തി, അവിടെ വസിഷ്ഠൻ തപസ് ചെയ്ത് ശിവഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തുന്നുണ്ട്. അതായത് 3-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ആ മനുസന്തതിക്ക് പണ്ടത്തെ പോലെ പുരുഷനായി തീരണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. ആ വിവരം തൻ്റെ ഗുരുവായ വസിഷ്ഠ മഹർഷിയെ അറിയിക്കുന്നു. അദ്ദേഹമാണല്ലോ ആദ്യം രാജകുമാരിയായിരുന്ന ഇളയെ രാജകുമാരനാക്കി മാറ്റിയത്. അപ്പോ ആ ഗുരുവിന്റെ ആ തപശക്തി ഒന്നുകൂടി ഇവിടെ പ്രകടിപ്പിക്കണം. ശിവഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് വസിഷ്ഠ മഹർഷി. വസിഷ്ഠന്റെ തപശക്തി ഒന്നുകൂടി നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയും. ഇവിടെ അതാണ് പറയുന്നത്. ഗുരുവായ വസിഷ്ഠൻ പണ്ട് എന്ന പോലെ ഈ സമയത്തും മഹാദേവനെ ധ്യാനിച്ചു. മഹാദേവനെ ധ്യാനിച്ചപ്പോൾ ശംഭു പ്രത്യക്ഷപ്പെട്ടു, അല്ലെ എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇവിടെ 4-ാമത്തെ ശ്ലോകത്തിൽ ശംഭു
എന്താ പറഞ്ഞത് വസിഷ്ഠനോട്? ഇളാവൃതത്തിലേക്ക് ഒരു പുരുഷനും മാ പ്രയാതു, പ്രവേശിക്കരുത്. പ്രയാതി ചേത്, പ്രവേശിച്ചാൽ സഹ തഥാ ഏവ, അവൻ ഉടനെ തന്നെ അബല അസ്തു, സ്ത്രീയായി തീരും. ഇത് ഏവം മയാ ഏവ, ഇപ്രകാരം എന്നാൽ തന്നെ ഇളാവൃതത്തിലേക്ക് ഒരു പുരുഷനും പ്രവേശിക്കരുത്. പ്രവേശിച്ചാൽ അവൻ ഉടനെ തന്നെ സ്ത്രീയായിത്തീരും. അത് എന്നാൽ തന്നെ ഞാനൊരു ശാപം അത് കൊടുത്തതാണ്. ഈ എന്തിനു വേണ്ടിയിട്ടാ ഈ ശാപം കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. അതിലൊരു കഥയുണ്ട്. പണ്ടൊരിക്കല് ശിവപാർവതിമാരുടെ രഹസ്യലീല ഇളാവൃതത്തിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇത് എന്തുകൊണ്ടാ ശാപം കൊടുത്തതെന്ന് വെച്ചാൽ, ഗൗര്യാപ്രസാദായ, ആ പാർവതിയെ സന്തോഷിപ്പിക്കാനാണ് അങ്ങനെ ചെയ്തത് എന്ന് ശിവഭഗവാൻ പറഞ്ഞു. എന്നിട്ട് ശിവഭഗവാൻ ഈ സുദ്യുമ്നനോടും പറഞ്ഞു, എനിക്ക് താങ്കളും വളരെ പ്രിയപ്പെട്ട ആള് തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താ പാർവതിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ, പണ്ടൊരിക്കലെ ശിവപാർവതിമാരുടെ രഹസ്യലീല ഇളാവൃതത്തിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് കുറെ മഹർഷിമാര് ചെന്നു അത്രേ. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ, അതായത് ഈ ശിവപാർവതിമാരെ കണ്ടു. അപ്പോൾ ആ മഹർഷിമാർക്ക് തോന്നി, ദർശനത്തിന് പറ്റിയ സമയമല്ല ഇത്. അങ്ങനെ മനസ്സിലാക്കിയ ആ മഹർഷിമാര് കുറച്ചുപേര് തിരിച്ചു പോവുകയും ചെയ്തു. പക്ഷേ പുരുഷന്മാരുടെ പ്രവേശനം ഈ ഇളാവൃതത്തിൽ പാടില്ല എന്ന് ആരാ പറയണത്? പാർവതീദേവിക്ക് വലിയ നിർബന്ധമായിത്രേ. ഇളാവൃതത്തിൽ പുരുഷന്മാരുടെ പ്രവേശനം തടയണം എന്ന് പാർവതീദേവി ശിവഭഗവാനോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. പുരുഷന്മാരുടെ പ്രവേശനം തടയണം എന്ന് ശ്രീ പാർവതി ശിവഭഗവാനോട് അഭ്യർത്ഥിച്ചു. അന്നു മുതൽ ഇളാവൃതത്തിലേക്ക് പുരുഷവർഗത്തിന് പ്രവേശനം ഇല്ലാതെയായി. എന്നാൽ ഈ വക കാര്യങ്ങളൊന്നും തന്നെ അറിയാതെയാണ് സുദ്യുമ്നൻ അവിടെ പോയത്. അപ്പൊ എന്തായി? ആ ഇളയായി സുദ്യുമ്നായി സ്ത്രീയായി, ഇളയായി തീർന്നു വീണ്ടും. ഇപ്പോ ഇതാ മഹാദേവൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. വസിഷ്ഠ മഹർഷി ഭഗവാനെ പ്രാർത്ഥിച്ചുവല്ലോ, ശിവഭഗവാനെ. ഇപ്പൊ ശംഭു പ്രത്യക്ഷപ്പെട്ടു. മഹാദേവൻ എന്നിട്ട് പറഞ്ഞു, ആ ഗൗരിക്ക്, അതായത് ഗൗരിയെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ശപിച്ചു എങ്കിലും ഭവാൻ പ്രിയോമേ, സുദ്യുമ്നനോട് പറയണേ, എനിക്ക് അങ്ങും പ്രിയപ്പെട്ട ആള് തന്നെയാണ്. അതേപോലെ വസിഷ്ഠനും ശിവഭക്തനാണ്. അപ്പോ വസിഷ്ഠന്റെ അഭ്യർത്ഥന തള്ളിക്കളയാനും കഴിയില്ല. പാർവതീദേവിക്ക് കൊടുത്ത വാക്ക്, ആ ശാപം തിരിച്ചെടുക്കാനും വയ്യ. എന്നാൽ ഇവിടെ സുദ്യുമ്നൻ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. അറിയാതെയാണ് ഇളാവൃതത്തിൽ കടന്നു ചെല്ലുന്നത്. അദ്ദേഹം സ്ത്രീയായി പോയി. ആ സുദ്യുമ്നന്റെ കുതിരയ്ക്ക് പോലും ഈ ദുര്യോഗം നേരിടേണ്ടി വന്നു എന്നാണ് അവിടെ പറയണത്. ഇപ്പോൾ പരമശിവനാണ്, അല്ലെങ്കിൽ ശംഭുവാണ് ധർമ്മസങ്കടത്തിലായത്. എന്താ? മനുവിന്റെ സന്തതിയെ പണ്ടത്തെ പോലെ പുരുഷനാക്കിയാൽ പാർവതീദേവിക്ക്, അതായത് തൻ്റെ ഗൗരിക്ക് അനിഷ്ടമുണ്ടാകും. പുരുഷനായി തീർക്കണം എന്ന് വസിഷ്ഠന്റെ അഭ്യർത്ഥന. ആ അഭ്യർത്ഥനയെ തള്ളിക്കളയാനും വയ്യ. എന്താ കാരണം? വസിഷ്ഠൻ ശിവഭക്തനാണ്. അതുപോലെ ശിവന് പ്രിയപ്പെട്ടവനുമാണ് വസിഷ്ഠൻ. അദ്ദേഹം ശിവന്റെ ഭക്തനാണ്, ശിവന് പ്രിയപ്പെട്ടവനുമാണ്. അപ്പൊ ഇവർ രണ്ടുപേരുടെയും പാർവതീദേവി, അതായത് ഗൗരിക്ക് അനിഷ്ടമുണ്ടാക്കാനും പാടില്ല, വസിഷ്ഠന്റെ അഭ്യർത്ഥന തള്ളിക്കളയാനും വയ്യ. ആ ധർമ്മസങ്കടത്തിലായി ശിവഭഗവാൻ എന്നാണ് ഇവിടെ 4-ാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്.
സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ഗുരുഭ്യോ നമ. അഞ്ചാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം, അന്വയം, അർത്ഥം, വ്യാഖ്യാനം നോക്കാം. ന പക്ഷഭേദഃ അത്ര മമ അസ്തി ഗൗരി ഭവാൻ ച തൃപ്തൗ ഭവതാം മദീയൗ ഇതഃ പരം തസ്യ മനോഃ അപത്യം. മനോരപത്യം പദം ഛേദിക്കുമ്പോൾ മനോഃ അപത്യം. മാസം പുമാൻ സ്യാദ് വനിത ച മാസം. അന്വയോ അർത്ഥം എന്താണെന്ന് നോക്കാം. അത്ര മമ, ഇക്കാര്യത്തിൽ എനിക്ക് പക്ഷഭേദഃ ന അസ്തി, പക്ഷഭേദം ഇല്ല. ഇതഃ പരം, ഇന്നു മുതൽ, തസ്യ മനോഹോ, ആ മനുവിന്റെ അപത്യം, സന്തതി, മാസം പുമാൻ സ്യാദ്, ഒരു മാസം പുരുഷനായിത്തീരും. മാസം വനിതാജ, അടുത്ത മാസം സ്ത്രീയുമായിരിക്കും. ഇവിടെ വ്യാഖ്യാനം എന്താണെന്ന് വെച്ചാൽ, ശിവഭഗവാൻ പറയാണ്, എനിക്ക് ഒരു പക്ഷഭേദവുമില്ല, ആരോടും എനിക്ക് പക്ഷഭേദം ഇല്ല. ഇതഃ പരം, അപ്പോ ഒരു കാര്യം ചെയ്യാം. ഗൗരിക്കും അങ്ങയ്ക്കും, അതായത് വസിഷ്ഠ മഹർഷിക്കും തൃപ്തി ഉണ്ടാവാൻ ഞാൻ എന്തു ചെയ്യാമെന്നാ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ, ആ മനുവിന്റെ അപത്യം, സന്തതി, അനപത്യത എന്ന് വെച്ചാൽ എന്താ? സന്തതി ഇല്ലായ്മ. മാസം പുമാൻ സ്യാദ്, ഒരു മാസം പുരുഷനായി തീരട്ടെ. മാസം വനിതാജ, അടുത്ത മാസം സ്ത്രീയുമായി തീരട്ടെ. ശിവഭഗവാൻ ഇങ്ങനെ ഒരു നിശ്ചയം വെച്ചതാണ്. അപ്പോ പാർവതിക്ക്, ഗൗരിക്ക് കൊടുത്ത വാക്കും ശരിയായി, വസിഷ്ഠന്റെ അപേക്ഷയും ഇതാ ഞാൻ സ്വീകരിക്കുകയാണ്. പാർവതീദേവിയുടെയും വസിഷ്ഠന്റെയും ഇഷ്ടങ്ങൾ തമ്മിൽ ഇപ്പോൾ പരസ്പരം വിരുദ്ധങ്ങളാണ്, അല്ലേ? അപ്പോ രണ്ടുപേർക്കും അർദ്ധസ്വീകാര്യമായ നിഷ്പക്ഷ തീരുമാനം എടുത്തു ശിവഭഗവാൻ. അങ്ങനെ മനുവിന്റെ സന്തതി ഒരു മാസം പുരുഷനായിട്ടും അടുത്ത മാസം സ്ത്രീയായിട്ടും വർത്തിക്കട്ടെ. അതായത് ഒന്നിടവിട്ട മാസങ്ങളിൽ മനുസന്തതി പുരുഷനായിട്ട്, അങ്ങനെ സ്ത്രീയായിട്ടും, ഒന്നിടവിട്ട മാസങ്ങളിൽ സ്ത്രീയായിട്ടും കഴിയട്ടെ. ഒരു മാസം പുരുഷനായാൽ അടുത്ത മാസം സ്ത്രീയായിട്ട് തീരും. അങ്ങനെ ആ സുദ്യുമ്നൻ ഒന്നിടവിട്ട മാസങ്ങളിൽ പുരുഷനായും സ്ത്രീയായും കഴിയട്ടെ എന്ന തീരുമാനം ശിവഭഗവാൻ അവിടെ നിശ്ചയിച്ചു. അങ്ങനെ ഒരു കൊല്ലത്തിൽ 6 മാസം പുരുഷത്വം, ഒന്നിടവിട്ട മാസങ്ങളില്, പിന്നെ അതിനിടയിൽ വരുന്ന മാസങ്ങളിൽ സ്ത്രീയായിട്ട്, അതായത് സ്ത്രീത്വം. 6 മാസം സ്ത്രീത്വം, 6 മാസം പുരുഷത്വം. ഇതായിരുന്നു ശിവഭഗവാന്റെ മധ്യസ്ഥ തീരുമാനം എന്നാണ് പറയുന്നത്. അതായത് പാർവതീദേവിയുടെയും വസിഷ്ഠന്റെയും ഇഷ്ടങ്ങളൊക്കെ ഇപ്പോൾ പരസ്പര വിരുദ്ധങ്ങളായിട്ട് കണ്ടു. രണ്ടുപേർക്കും സ്വീകാര്യമായ ഒരു തീരുമാനം എടുക്കണം. അതാണ് ശിവഭഗവാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോ മനുവിന്റെ സന്തതി ഒരു മാസം പുരുഷനായി തീരട്ടെ, പുരുഷനായിരിക്കട്ടെ, പിന്നെ അടുത്ത മാസം സ്ത്രീയായിട്ടും വർത്തിക്കട്ടെ. അങ്ങനെ ഒന്നിടവിട്ട മാസങ്ങളില് മനുസന്തതി പുരുഷനായും സ്ത്രീയായും അങ്ങനെ കഴിയട്ടെ. ഇതായിരുന്നു ശിവഭഗവാന്റെ മധ്യസ്ഥ തീരുമാനം. അപ്പോ എന്തായി? ഒരു കൊല്ലത്തിൽ 6 മാസം പുരുഷത്വം, 6 മാസം സ്ത്രീത്വം. ഇങ്ങനെയാണ് ശിവഭഗവാൻ തീരുമാനിച്ചത്. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ഗുരുഭ്യോ നമ. ഇനി 6ാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം, അന്വയാർത്ഥം, വ്യാഖ്യാനം എന്താണെന്ന് നോക്കാം. ഏവം ശിവോക്തേന മനോഃ അപത്യം ലബ്ധ്വാ ച പുംസ്ത്വം ധരണീം ശശാസ സ്ത്രീത്വേ ച ഹർമ്യേഷു നിനായ കാലം
ജനഃ ന ച ഏനം നൃപം അഭ്യനന്ദത്. അന്വയാർത്ഥം എന്താണെന്ന് നോക്കാം. ഏവം ശിവോക്തേന, ഏവം ഇപ്രകാരം, ശിവോക്തേന ശിവൻ പറഞ്ഞത് പ്രകാരം, ശിവൻ പറഞ്ഞത് പ്രകാരം, മനോഹോ അപത്യം മനുവിന്റെ സന്തതി, പുംസ്ത്വം ലബ്ധ്വാച പുരുഷത്വം പ്രാപിച്ച്, ധരണീം ശശാസ ഭൂമിയെ ഭരിച്ചു, സ്ത്രീത്വേച സ്ത്രീയായിരിക്കെ, ഹർമ്മേഷു മാളിക മുകളിൽ കാലം നിനായ കാലം കഴിച്ചുകൂട്ടി, ജനഹാച എന്നാൽ ജനമാകട്ടെ, ഏനം നൃപം ഈ രാജാവിനെ ന അഭ്യനന്ദത് ഒട്ടും തന്നെ അഭിനന്ദിച്ചില്ല. അപ്പോൾ ഇവിടുത്തെ ഈ 6-ാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം, ഇതിനു മുൻപിലത്തെ ശ്ലോകത്തിൽ പറഞ്ഞു 1 കൊല്ലത്തിൽ 6 മാസം, 1 കൊല്ലത്തിൽ 6 മാസം പുരുഷത്വം, 6 മാസം സ്ത്രീത്വം, അങ്ങനെ ആവട്ടെ എന്നാണല്ലോ ശിവഭഗവാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇവിടെ ഈ ശിവഭഗവാന്റെ തീരുമാനപ്രകാരം ചന്ദ്രപുത്രന്റെ പത്നി വീണ്ടും പുരുഷനായി. അതായത് നമ്മൾ 2-ാമത്തെ ശ്ലോകത്തിൽ അനുസ്മരിച്ചു, മനുവിന്റെ സന്തതി രാജകുമാരനായി സുദ്യുമ്നൻ എന്ന പേരിൽ അറിയപ്പെട്ടു എന്ന്, അല്ലേ? അദ്ദേഹം നായാട്ടിനായിട്ടൊക്കെ പുറപ്പെട്ട സമയത്ത് ഇളാവൃതം എന്ന ഭൂഖണ്ഡത്തിലെത്തി ഉടനെ സ്ത്രീയായി മാറുകയും ചെയ്തു. ലജ്ജ കാരണം അദ്ദേഹം രാജധാനിയിലേക്ക് തിരിച്ചു പോയതുമില്ല. അപ്പോഴാണ് ചന്ദ്രന്റെ പുത്രനായ ബുധനെ കണ്ടുമുട്ടുകയും പരസ്പരം സ്നേഹിച്ച് വിവാഹം ചെയ്യുകയും അതിൽ പുരൂരവസ് എന്ന പുത്രനെ പ്രസവിക്കുകയും ചെയ്തു, അല്ലെ? അപ്പോൾ ശിവഭഗവാന്റെ തീരുമാനപ്രകാരം ഇവിടെ പറയണു, ചന്ദ്രപുത്രന്റെ പത്നി വീണ്ടും പുരുഷനായി. അതായത് ചന്ദ്രപുത്രനായിരുന്ന ബുധന്റെ പത്നി വീണ്ടും എന്തായി? പുരുഷനായി. പുരുഷനായിരിക്കുന്ന കാലത്ത് അദ്ദേഹം രാജാവ് എന്ന നിലയിൽ ഭൂമി പരിപാലനം വേണ്ടതുപോലെ ചെയ്തു. സ്ത്രീയായിരിക്കുന്ന കാലത്ത് അന്തപുരത്തിൽ മാത്രം ഒതുങ്ങിക്കഴിഞ്ഞു. രാജ്ഞിയായിത്തീർന്ന് രാജ്യം ഭരിച്ചില്ല. സ്ത്രീയും പുരുഷനും അല്ലാത്ത മനുസന്തതിയെ രാജാവായി അംഗീകരിക്കാൻ ജനങ്ങളും തയ്യാറായില്ല. അതായത് ശിവഭഗവാൻ പറഞ്ഞുവല്ലോ, 6 മാസം പുരുഷത്വം, 6 മാസം സ്ത്രീത്വം എന്ന്. ശിവഭഗവാൻ പറഞ്ഞത് പ്രകാരം മനുവിന്റെ സന്തതിക്ക് പുംസ്ത്വ ലബ്ധ്വാച പുരുഷത്വം ലഭിച്ചു, പുരുഷത്വം പ്രാപിച്ചു. എന്നിട്ടോ ധരണീം ശശാസ ഭൂമിയെ വേണ്ടതുപോലെ പരിപാലിച്ച് സംരക്ഷിച്ചു. പുരുഷത്വം ലഭിച്ചല്ലോ, അപ്പോ ധരണി ഭൂമിയെ വേണ്ടതുപോലെ അദ്ദേഹം പരിപാലിച്ച് സംരക്ഷിച്ചു. പക്ഷേ സ്ത്രീത്വേജ ഹർമ്യേഷു നിനായ കാലം, എന്നാൽ സ്ത്രീയായിരിക്കുമ്പോൾ മാളിക മുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല. എന്താ, പുറത്തിറങ്ങിയാൽ നാണക്കേടല്ലേ? അതുകൊണ്ട് അകത്ത് തന്നെ അകത്തമ്മയായിട്ട് ഇരുന്നു ഈ സുദ്യുമ്നൻ. അങ്ങനെ കാലം കഴിച്ചു കൂട്ടി. എന്നാൽ ജനങ്ങളോ, ജനോന ചൈനം നൃപമഭ്യനന്ദത്, ജനങ്ങൾക്ക് ഇതൊന്നും അത്രയ്ക്ക് ഇഷ്ടമായില്ല. ആണും പെണ്ണും കേട്ട ആളാണ് നമ്മുടെ ഈ നൃപൻ, ഈ രാജാവ് എന്ന് ആ ജനങ്ങൾക്ക് തോന്നി. അവർ ഇതിനെ ഒട്ടും തന്നെ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, അവർ ഒട്ടും അഭിനന്ദിച്ചതും ഇല്ല രാജാവിനെ എന്നാണ് ഈ 6-ാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതായത് പുരുഷനായിരിക്കുന്ന സമയത്ത് രാജാവാണെന്ന നിലയിൽ ഭൂമിയൊക്കെ സംരക്ഷിച്ച് പരിപാലിച്ചു വന്നു. എന്നാൽ സ്ത്രീയായിരിക്കുന്ന കാലത്തോ അന്തഃപുരത്തില് ഒതുങ്ങിക്കഴിഞ്ഞു. രാജ്ഞിയല്ലേ, അപ്പോ രാജ്ഞിയായി തീർന്ന രാജ്യമൊന്നും ഭരിക്കാൻ നിന്നില്ല. അപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായി, നമ്മുടെ ഈ നൃപൻ, ഈ രാജാവ് സ്ത്രീയും പുരുഷനുമല്ല. അങ്ങനെയുള്ള ആ മനുസന്തതിയെ
രാജാവായിട്ട് അംഗീകരിക്കാൻ ജനങ്ങൾക്ക് ഒട്ടും ഇഷ്ടമായില്ല. അവർ അംഗീകരിച്ചതുമില്ല, അവർ അഭിനന്ദിച്ചതുമില്ല എന്നാണ് ഇവിടെ 6-ാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ.